ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുത്തനത്താണിയാണ്. പുത്തനത്താണിയിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളായിരുന്നു. അതിൻ്റെ ശേഷമുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മൾ പുത്തനത്താണി രണ്ടത്താണി ഭാഗത്തിൽ നിന്ന് പുത്തനത്താണി ഭാഗത്തേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ ചുങ്കം ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. ഈ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തൊക്കെ ടാറിങ്, അതിൻ്റെ അടിഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ അവിടെയൊക്കെ മണ്ണ് കൂനകളായിരുന്നു. അതിൻ്റെ ഉള്ളിലൊന്നും ടാറിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാം വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇനി നടക്കേണ്ടതുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സെൻറ്റർ ഭാഗത്ത് റോഡ് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ടാർ ചെയ്യാതെ ഒഴിച്ച് വിട്ടത് കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പുതുതായിട്ട് ടാറിങ് ചെയ്തത് കാണാം നമുക്ക്. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഞാൻ അന്ന് വന്ന സമയത്ത് വലിയ മൺകൂനകളായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത്. ഇപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ശേഷം നല്ല രീതിയിൽ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സൈഡ് ഭാഗത്ത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ കോൺക്രീറ്റ് ഭിത്തിയാണ് കെട്ടിയിട്ടുള്ളത്. പൊട്ടിപ്പോയിട്ട് ഈ സൈഡിലും കോൺക്രീറ്റ് ഭിത്തിയാണ്. അതൊക്കെ നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റ് വാളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞു എന്ന് പറയാം. ഇനി ചെറിയ ചെറിയ ഇതുപോലുള്ള ഭാഗങ്ങളിൽ കുറഞ്ഞ സ്ലാബുകളൊക്കെ മിസ്സായ ഭാഗത്തൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളാണ്. ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ അന്ന് നമ്മൾ കണ്ടതാണ്. ഇതിൽ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കൊടുക്കുന്നത് ഞാൻ അന്ന് കാണിച്ചിരുന്നു. ഇതിൻ്റെ അടിയിലാണ് അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് തരിക, കമൻറ്റ് ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇവിടുന്ന് നമ്മൾ ഇനി ചുങ്കം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ പുത്തനത്താണി ഓവർപാസ്. പുത്തനത്താണിയിൽ നല്ലൊരു വലിയൊരു ഓവർപാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ദൂരത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നുണ്ട്. ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചുങ്കം ഭാഗം വരെ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അന്നേരം നമ്മൾ പറഞ്ഞത് ആ ഭാഗത്ത് കുറച്ച് ഭാഗത്തായിന്ന് ടാറിങ് കഴിയാത്തത്. അതും ഇവിടുന്ന് നമുക്ക് കാണാം. വളരെ ദൂരത്തിലേക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് തന്നെ നമുക്ക് കാണാം. ഈ സെൻറ്ററിലുള്ള ക്രാഷ് ബാരിയർ മാത്രമാണ് ഇനി വെക്കാനുള്ളത്. വളരെ ദൂരത്തിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ക്രാഷ് ബാരിയർ, സെൻറ്ററിലുള്ള ക്രാഷ് ബാരിയർ വെച്ചതിന് ശേഷമുള്ള ഫിനിഷിങ് വർക്ക്, ഫിനിഷിങ് ടാറിങ് ഇവിടെ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചുങ്കം ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന്. നമ്മൾ വന്നിട്ടുള്ളത് പുത്തനത്താണി ചുങ്കം ഭാഗത്താണ്. ചുങ്കം ഭാഗത്ത് ഈ ഭാഗത്തായിരുന്നു ടാറിങ് നടക്കേണ്ടത്. ബാക്കിയുണ്ടായിരുന്ന ഒരു ഭാഗം, ആ ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം ഈ ഭാഗത്തായിരുന്നു ഇവർ കുറച്ച് ഭാഗത്ത് മിസ്സായതിൻ്റെ ഒരു ഭാഗം. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട്
ടാറിങ് ഓൾറെഡി ഉണ്ടായിരുന്നു. കുറച്ച് ഭാഗത്ത് മാത്രമായിരുന്നു ഇവിടെ ടാറിങ് കുറവുള്ളായിരുന്നത്. ആ ഭാഗത്തും ഇപ്പോൾ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള. ഇനി ഇവിടെ ലൈറ്റ് വെക്കാനുള്ള ഒരു ഭാഗമൊക്കെ ഒഴിച്ച് വിട്ടത് നമുക്ക് കാണാം. ഇതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ഈ ഭാഗത്ത് ആ സമയത്തും ക്രാഷ് ബാരിയർ കൊടുത്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ കമ്പികൾ മാത്രമുള്ളതിന് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ റോഡ് കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതാണ് സർവീസ് റോഡിലൂടെ വന്നതിൻ്റെ ശേഷം നമുക്ക് താഴെ ഭാഗത്തേക്ക് ഇറങ്ങി പോവാൻ അങ്ങനെ ഒരു വഴി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ യു ടേൺ എടുത്തതിൻ്റെ ശേഷം നേരെ തിരിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുത്തനത്താണി ഭാഗത്തേക്ക് അതിലൂടെ പോകുവാനും പറ്റും. അപ്പോൾ അവിടെയാണ് ഒരു മെർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മെർജിങ് പോയിൻ്റ് വരുന്ന ഭാഗത്തൊക്കെ ഒരു മഞ്ഞ പെയിൻ്റൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊന്നും പെയിൻറ്റിങ് വർക്ക് തുടങ്ങിയിട്ടില്ല. ഈ ഭാഗത്തും ഒരു ക്യാമറൻ്റെ തൂണ് കൊടുത്ത് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു വയഡക്റ്റാണ്, നമ്മളിതൊക്കെ കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഭാഗത്തൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് വരുന്നത് കണ്ടു കാണും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോകാനുള്ളത്. വെട്ടിച്ചിറ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിയാത്തുണ്ടായിരുന്നു. അവിടെ പോയി നോക്കാം. അവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്ത് എത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളൊരു ലൈക്കൊക്കെ ചെയ്തിട്ട് കാണുക. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു ഈ ക്രഷ് ബാരിയർ കൊടുക്കാത്തത്. അതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാനുള്ള കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. ഇതാണ് നമ്മുടെ സർവീസ് റോഡ്. ഇതിൻ്റെ അടിഭാഗത്ത് വരെ ഈ സൈഡിൽ ഒരു ചെറിയൊരു വാള് കൊടുത്തിട്ടുണ്ട്, കാണാം. ഇതാണ് പാലത്തിൻ്റെ അടിഭാഗത്ത് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയതാണ് കാണുന്നത്. പാലത്തിൻ്റെ അടിഭാഗം ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണമെന്നില്ല. വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിൽ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ വയഡക്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിയാത്തതുകൊണ്ട് ആയിരുന്നു. ഇപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള കാഴ്ചകൾ വണ്ടി ഓടിച്ച് ഞാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നേരത്തെ ഇവിടെ ആയിരുന്നു, കുറച്ച് ഭാഗത്തായിരുന്നു ടാറിങ് ചെയ്യാത്തത്. ഇവിടെയും ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്യുന്നതെന്ന് കണ്ടിരുന്നത്. ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ വെക്കുന്ന ഒരു മെഷീനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഇവിടുന്ന് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ മുന്നോട്ട് പോയി നോക്കാം നമുക്ക്.
അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ടോൾ പ്ലാസൻ്റെ അടുത്തേക്ക്. ഇവിടെ വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ട് കാണുന്നില്ല. കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത്. ടോൾ പ്ലാസൻ്റെ കുറച്ച് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ദൂരത്തിൽ ഇപ്പോൾ ഒരുപോലെ ടാറിങ് കഴിഞ്ഞൊരു ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വന്നത്. അവിടെ ഒന്നും ഇപ്പോൾ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തൊന്നും കാണുന്നില്ല. വാഹനങ്ങളൊക്കെ അതിലൂടെ നല്ല രീതിയിൽ പോകുന്നത് നമ്മൾ കണ്ടുള്ളൂ. ബാക്കിയുള്ള കാഴ്ചകളൊന്നും അവിടെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് വരെ വരുമ്പോഴുള്ള കാഴ്ചകൾ. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.